കാത്തിരിപ്പ് വിഫലമായി ജോയിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വീടിൻ്റെ സമീപത്തെ വീട്ടിലാണ് മൃതദേഹം ഇപ്പോൾ എത്തിക്കുന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല വഴി സൗകര്യം പോലുമില്ല. നഗരസഭാ മേയർ ഉൾപ്പെടെ നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരെയൊക്കെ നമുക്ക് കാണാം. ഒപ്പം നെഞ്ചുപൊട്ടി വിലപിക്കുന്ന ജോയിയുടെ അമ്മ, മറ്റു ബന്ധുക്കൾ, നാട്ടുകാർ. കേരളം ഒരിക്കലും ഈ കാലത്ത് കാണാൻ പാടില്ലാത്ത തരത്തിലുള്ള ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി ജോയിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സ്റ്റെഫിൻ, അത്യന്തം ദാരുണമായ വാർത്തയാണ് നമ്മൾ ഈ മണിക്കൂറുകളുടെ തിരച്ചിലിന് ഒടുവിൽ മൂന്നാം പക്കം അത് ശ്രവിക്കേണ്ടി വന്നത്. നേരത്തെ തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു രക്ഷ വളരെ അകലെയാണ്. ഈ തിരച്ചിലിനൊടുവിൽ ഇങ്ങനൊരു വാർത്തയായിരിക്കാം ഒരുപക്ഷെ നമ്മളെ കാത്തിരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും ആ അമ്മ വളരെ കാത്തിരിപ്പിലായിരുന്നു. മകനെ ജീവനോടുകൂടി തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ആ നാടും അവിടുത്തെ പശ്ചാത്തലവും ജോയി എങ്ങനെയാണ് അവസാനമായി സ്വീകരിക്കുന്നത്? കണ്ണീരോടെ. രതീഷ്, അത്യന്തം ദുഃഖകരമെന്നല്ലാതെ ഈ നിമിഷത്തെപ്പറ്റി പറയാൻ വേറൊന്നും തന്നെയില്ല. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് 10 മണി മുതൽ തന്നെ നമ്മൾ മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും ജോയിക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലായിരുന്നു. പക്ഷേ ആ കാത്തിരിപ്പ് വിഫലമായിരിക്കുകയാണ്. ഈ അമ്മയെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ അമ്മയുടെ ഏറെ പ്രതീക്ഷയായിരുന്നു ജോയി മാത്രമായിരുന്നു അമ്മയ്ക്ക് താങ്ങും തണലുമായൊക്കെ തന്നെ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ജോയി തിരിച്ചെത്തും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അമ്മയും ഇവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ പല ദുർഘടമായ പല ജോലിക്കും വേണ്ടി ജോയി പോകാറുണ്ട്. സാധാരണ തരത്തിൽ ആരും ചെയ്യാൻ മടിക്കുന്ന ജോലികൾ പോലും, കുഴിയിലിറങ്ങുക അല്ലെങ്കിൽ മാലിന്യം നിറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങുക, അങ്ങനെയുള്ള അത്യന്തം ദുർഘടമായ ജോലികൾ പോലും അത് ചങ്കുറപ്പോടുകൂടി നേരിടുന്ന ആളായിരുന്നു ജോയി. അത് തെരഞ്ഞെടുത്ത് ആ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഈ നാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന, സഹായത്തിന് വേണ്ടി ഓടിയെത്തുന്ന, അവിടെ കാശ് കിട്ടുമെന്നോ അല്ലെങ്കിൽ കൂലി കിട്ടുമെന്നോ ഒന്നുമുള്ള ഒരു തോന്നലൊന്നും തന്നെ ഇല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമൊന്നുമില്ലാതെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അല്ലെങ്കിൽ ഈ സമീപത്ത് താമസിക്കുന്നവർക്കെല്ലാം വേണ്ടി ഓടി പോകുന്ന ജോയി എന്ന ഒരാൾ ഇങ്ങനെ തിരിച്ചു വരും എന്നുള്ള കാര്യം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ജോയിയുടെ അന്ത്യനിമിഷങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജോയിക്ക് സ്വന്തമായി ആ ഒരു വീട്ടിൽ ഒരു അന്ത്യ നേരത്ത് ആ വീട്ടിൽ അദ്ദേഹത്തിനൊന്ന് കിടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ആ ജോയിയുടെ അമ്മയും താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോകുന്നതിന് വഴി സൗകര്യം പോലും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ട്. അതോടൊപ്പം തന്നെ ആ റോഡ് തകർന്ന നിലയിലാണ് ഉള്ളത്. ആ വീടിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ പൊളിഞ്ഞ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സമീപത്ത് സഹോദരൻ്റെ വീട്ടിലാണ് ജോയിയെ അവസാനമായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ അവകാശത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭൂമിയിലേക്ക് അന്ത്യവിശ്രമത്തിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മരണം സംഭവിച്ച് കുറേ നേരം അദ്ദേഹം വെള്ളത്തിൽ കിടന്നു. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ നേരം ആളുകളെയൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ തന്നെ കുറച്ചു നേരമെങ്കിലും കാണിക്കുന്നതിന് വേണ്ടിയോ ഇവിടെ മൃതദേഹം വയ്ക്കുന്നതിന് വേണ്ടി പോലും അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നു. അത്യാവശ്യം വേണ്ടവർക്ക് പെട്ടെന്നൊന്ന് കാണിച്ചു. അതിനുശേഷം പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഏതായാലും അത്യന്തം ദുഃഖകരമാണ്. കാരണം കേരളം ഒന്നാകെ കാത്തിരുന്നത് ഇങ്ങനെ ഒരു വാർത്ത, ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി ആയിരുന്നില്ല.
കഴിഞ്ഞ 2 ദിവസം മെനഞ്ഞാന്ന് രാവിലെ ഒരു 10 മണി മുതൽ ഈ മലയാളികൾ ഓരോരുത്തരും കാത്തിരുന്നത് ജോയിയുടെ ഇങ്ങനെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നില്ല. പലപ്പോഴും ഈ വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ദുർഘടമായ ജോലികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി ജോയി പോകുമ്പോൾ ഈ അമ്മയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, മകൻ തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന ജോയിയെ കാത്തിരുന്ന അമ്മയ്ക്ക് ഇന്ന് ജോയിയുടെ ചേതനയറ്റ മൃതശരീരമാണ് കാണാൻ കഴിഞ്ഞത്. ഇതിൽ പരം സങ്കടകരമായ മറ്റ് എന്താണ് ഉള്ളതെന്ന് ആണ് നമുക്ക് ഈ നിമിഷം തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏതായാലും ജോയിയുടെ അന്ത്യനിമിഷങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന കുഴിമാടത്തിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്ന, പ്രാർത്ഥനാ ചടങ്ങുകളോടെ അന്ത്യവിശ്രമം ഒരുക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ജോയി ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ചില പ്രാർത്ഥനകൾ, ഏതാനും പ്രാർത്ഥനാ ചടങ്ങുകൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൂടുതൽ നേരമൊന്നും ഇവിടെ വെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി സംസ്കരിക്കണം എന്നുള്ളത് പോലീസും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അധികൃതരുമെല്ലാം വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി പ്രാർത്ഥനകളെല്ലാം ഏറ്റവും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നതിന് വേണ്ടി മൃതശരീരം കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടങ്ങുന്ന പെട്ടി ഇറക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേയറും അതോടൊപ്പം തന്നെ പാറശാല MLA ആയിട്ടുള്ള CK ഹരീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് ഈ ബന്ധുക്കളെ, അമ്മയൊക്കെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്.